മല്ലിക സംശയത്തോടെ ആ മനുഷ്യൻ്റെ നേരെ തുറച്ചു നോക്കി. സുമാർ 50 അടിയോളം അകലെയാണ് ആ മനുഷ്യൻ നിന്നിരുന്നത്. അത് മധുവാണോ എന്ന് തന്നെ അവൾക്ക് സംശയം തോന്നി. ന്യായമായും മധു തന്നേക്കാൾ നേരത്തെ ഇവിടെ വന്നിരിക്കേണ്ടതാണ്. ഒരിക്കലും മധു വാക്കു മാറ്റിയിട്ടില്ല. അദ്ദേഹം നേരത്തെ ഇവിടെ വന്നിരുന്നെങ്കിൽ കാറോ ബൈക്കോ കാണേണ്ടതായിരുന്നില്ലേ? ഇത്രയും അകലേക്ക് നടന്നു വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ആ മനുഷ്യൻ? അവൾ കുറെ കൂടി അടുത്ത് ചെന്നു. മധു! പെട്ടെന്ന് ആ മനുഷ്യൻ അവളുടെ നേരെ തിരിഞ്ഞു. ഒരു നിമിഷം മല്ലിക അതിനു നേരെ തുറച്ചു നോക്കി. സൂര്യന് പുറംതിരിഞ്ഞു നിന്നിരുന്നതിനാൽ മുഖം വ്യക്തമായില്ല. പാറിപ്പറന്ന് കിടക്കുന്ന മുടിയിഴകൾ ചോര വീണ് കിടക്കുന്നത് പോലെ തിളങ്ങി. മഞ്ഞു വീണ്ടും പുക പോലെ അവിടേക്ക് വരികയായിരുന്നു. സൂര്യൻ പശ്ചിമപർവ്വതത്തെ പുൽകാൻ തയ്യാറായി നിൽക്കുന്നു. അതും മധുവല്ലെന്ന് തനിക്ക് അപരിചിതനായ ആരോ ആണെന്നുമുള്ള ചിന്ത അവളിൽ ജീവൻ വെച്ചു തുടങ്ങിയിരുന്നു. അവൾ അവിടെ തന്നെ സംശയിച്ചു നിന്നു. താൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണോ? എന്നാലും മധു ഉടനെ വരുമെന്ന ചിന്ത അവൾക്ക് ആവേശം പകർന്നു. അദ്ദേഹം ഒരിക്കലും വാക്കുമാറുന്നവനല്ല. ഒരു ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. തലയ്ക്ക് മുകളിൽ ഒരു കൂറ്റൻ കഴുകൻ. അതിൻ്റെ ചിറകുകളിലെ കറുപ്പും ചുവപ്പും ചേർന്ന തൂവലുകൾ മഞ്ഞിനിടയിലൂടെ വ്യക്തമായി കാണാമായിരുന്നു. അത് വലിയ കൊക്ക് വിടർത്തി നീണ്ട നാവ് പുറത്തേക്ക് കാണിച്ചുകൊണ്ട് വികൃത ശബ്ദം പുറപ്പെടുവിച്ചു. മൈ ഗോഡ്! അവൾ അറിയാതെ വിളിച്ചുപോയി. നനുത്ത തൂവലുകൾക്കിടയിലുള്ള ചോരക്കണ്ണുകൾ പേടിപ്പെടുത്തുന്നതായിരുന്നു. ആ കൂറ്റൻ പക്ഷി ചിറകടിച്ചു പറന്നു. ആ ശബ്ദം നിശബ്ദത മരവിച്ചു കിടക്കുന്ന മലഞ്ചെരുവുകളിൽ പ്രതിധ്വനിച്ചു. അത് പേരാലിൻ്റെ ഒരു ഉണങ്ങിയ ചില്ലയിൽ ചെന്നിരുന്നു. ആ ചില്ലകൾ കുലുങ്ങുന്നത് കണ്ടപ്പോൾ ആ ജീവിയുടെ ഭാരത്തെപ്പറ്റി അവൾ ചിന്തിച്ചു. പെട്ടെന്ന് മല്ലിക നടുക്കുന്ന ഒരു കാഴ്ച തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു. ഇരുട്ടു കട്ട പിടിച്ചതുപോലെയുള്ള ആ മനുഷ്യൻ മുന്നോട്ട് നടന്നു വരുന്നു, തൻ്റെ നേരെ. സുമാർ 40 അടിയോളം അടുത്തു. അവൾക്ക് ആ മനുഷ്യനെ കുറെ കൂടി വ്യക്തമായി കാണാൻ കഴിഞ്ഞു. കീറിപ്പറഞ്ഞതുപോലെയുള്ള വസ്ത്രങ്ങളും നീണ്ട കാർശരായിയും. അതും അതുമല്ല. പിന്നെ ആരാണത്? ഏകാന്തമായ ഈ ഭാഗത്ത് താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ? നിങ്ങൾ ആരാണ്? അവൾ പെട്ടെന്ന് ശബ്ദമുയർത്തി. പരിഭ്രമവും ഭീതിയും കലർന്ന ആ ശബ്ദം വിജനതയിൽ മുഴങ്ങി. ആ ശബ്ദം കേട്ടാവണം വൃക്ഷശിഖരത്തിലിരുന്ന കഴുകൻ വികൃതമായി ശബ്ദിച്ചുകൊണ്ട് വീണ്ടും പറന്നുയർന്നു. അങ്ങനെയൊരു ശബ്ദം കേൾക്കാത്ത ഭാവത്തിൽ ആ മനുഷ്യൻ മുന്നോട്ട് തന്നെ നടന്നടക്കുകയാണ്. കൈകൾ ഇരുവശങ്ങളിലേക്കും നിശ്ചലമായി തൂക്കിയിട്ടിരിക്കുന്നു. സൂര്യഗോളത്തിൻ്റെ അടിവശം മലമുകളിൽ മുട്ടി. മൂടൽമഞ്ഞ് ചുവന്ന പുകയായി മാറി. യന്ത്രം പോലെ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്ന ആ മനുഷ്യൻ ചവിട്ടിയ ഒരു ഉരുളൻകല്ല് ഇളകി മറിഞ്ഞു പോയി. വേച്ചു വീഴാൻ തുടങ്ങിയ ആ മനുഷ്യൻ്റെ മുഖത്ത് അരുണകിരണങ്ങൾ പതിച്ചു. ഒരു നിമിഷം ആ മുഖം അവൾ വ്യക്തമായി കണ്ടു. മൈ ഗോഡ്! അറിയാതെ തന്നെ ആ വാക്കുകൾ വെളിയിൽ ചാടി. ആ മനുഷ്യൻ്റെ മുഖത്ത് മുഴുവൻ ശൽഖങ്ങളായിരുന്നു. ഈനാമ്പേച്ചിയുടെ പുറം പോലെ ഭീകരമായ ശൽഖങ്ങളുള്ള ഒരു വികൃത മുഖം. അതിനിടയിൽ മഞ്ചാടിക്കുരു പോലെ തീക്കട്ട പോലെ 2 കണ്ണുകൾ. പപ്പു അന്ന് കണ്ട ഭീകര മനുഷ്യൻ. ഒരു 100 ഭീകരചിന്തകൾ കൊടുങ്കാറ്റ് പോലെ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ അവൾക്ക് തോന്നി. ധൈര്യം കൈവിടാതിരിക്കാൻ അവൾ പണിപ്പെടുകയായിരുന്നു. കാലുകൾ മരവിച്ചതുപോലെ, ചേതന നിശ്ചലമായതുപോലെ. പെട്ടെന്ന് ആ ജന്തു അവളുടെ നേരെ ഓടി വന്നു. അതിൻ്റെ വികൃതമായ വായ്ക്കുള്ളിൽ നിന്നും ഞരക്കമോ സീൽക്കാരമോ പോലെ ഒരു ശബ്ദം പുറപ്പെട്ടു. അടുത്ത നിമിഷം അവൾ തിരിഞ്ഞ് ഓടി. ജീവൻ കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു പലായനമായിരുന്നു അത്. ആദ്യത്തെ ചാട്ടത്തിൽ തന്നെ കാലിടറിപ്പോയി. ഒരു നിലവിളിയോടെ മല്ലിക മറിഞ്ഞു വീണു. കൈകൾ നിലത്ത് കുത്താൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അവളുടെ തലയും നെഞ്ചും ഉരുളൻകല്ലുകളിൽ വന്നിടിക്കുമായിരുന്നു. വീണ്ടും എഴുന്നേറ്റ് ഓടി. അതിനിടയിൽ അവൾ ഉറക്കെ വിളിച്ചു, മധു, മധു! ആ ശബ്ദം കടവാവലിൻ്റെ ചിറകടി പോലെ മാറ്റൊല്ലിക്കൊണ്ടതല്ലാതെ മറുപടിയൊന്നും ഉണ്ടായില്ല. ഓട്ടത്തിനിടയിൽ സാരിയുടെ തുമ്പ് ഒരു കമ്പിൽ ഉടക്കി. മഞ്ഞുമലകളിൽ മാത്രം വളരുന്ന ഒരു തരം മുൾച്ചെടിയായിരുന്നു അത്. അതിൻ്റെ ഇലയും തണ്ടും ഒരുപോലെ ഇരിക്കും. അവയിൽ കൂർത്ത വിഷമുള്ളുകൾ. സാരി വലിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. അത് നെടുനീളെ കീറുക മാത്രമാണ് ചെയ്തത്. വീണ്ടും ഒരു ശ്രമം കൂടി നടത്താൻ തുനിഞ്ഞപ്പോഴേക്കും ആ ജന്തു അടുത്തെത്തി. അത് തവളയുടെ കാലുകൾ പോലെയുള്ള കൈ നീട്ടിപ്പിടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൾ മുന്നോട്ട് ചാടി. സാരി തൻ്റെ ആപത്തിൻ്റെ ഹേതുവാകുമെന്ന് അവൾക്ക് തോന്നി. അടുത്ത നിമിഷം തോന്നിയ ഒറ്റ ബുദ്ധിയിൽ അവൾ അതിൻ്റെ കുത്തഴിച്ചു വിട്ടു. ആ ബന്ധനത്തിൽ നിന്നും മുക്തയായ മല്ലിക വേഗം ഓടി മൂടൽമഞ്ഞിൻ്റെ പിടിയിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ചു. അവൾ അവിടേക്ക് പോയ സമയം കൊണ്ട് ആ താഴ്വര മുഴുവൻ മഞ്ഞു മൂടിക്കഴിഞ്ഞിരുന്നു. സമീപത്തുള്ള യാതൊന്നും കഴിയാത്ത വിധത്തിലുള്ള മഞ്ഞ് ശക്തിയായ പുക പോലെ അവിടേക്ക് വന്നു. ഇതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. താനൊരു വലിയ കുടുക്കിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും മധു തന്നെ വഞ്ചിക്കുകയാണെന്നും മരണം തൻ്റെ സമീപത്തുണ്ടെന്നുമുള്ള ചിന്ത അവളുടെ മനസ്സിൽ ഒരു കാട്ടുതീ പോലെ ആളിപ്പടർന്നു. തൻ്റെ കാർ കിടക്കുന്നത് കണ്ട അവൾ പെട്ടെന്ന് അതിനടുത്തെത്തി ഡോർ തുറന്ന് അകത്തു കയറി.
സ്റ്റിയറിങ്ങിൽ പിടിച്ചുകൊണ്ട് നായയെപ്പോലെ കിതച്ചു. മുന്നോട്ട് നോക്കിയപ്പോൾ ആ രൂപം നിഴൽ പോലെ മഞ്ഞിലൂടെ വരുന്നതാണ് കണ്ടത്. പെട്ടെന്ന് കാർ സ്റ്റാർട്ട് ചെയ്തു. അവിടെയിട്ട് തിരിക്കാൻ കഴിയുമായിരുന്നില്ല. പുറകോട്ടെടുക്കുക മാത്രമേ കാര്യമായിരുന്നുള്ളൂ. കഴിയുന്നത്ര വേഗത്തിൽ അവൾ കാർ പിന്നോട്ടെടുത്തു. പക്ഷേ കുണ്ടും കുഴിയും ചരലും നിറഞ്ഞ ആ റോഡിലൂടെ വളരെ സാവധാനമേ അത് സാധിക്കുമായിരുന്നുള്ളൂ. അവൾ സർവ്വശക്തിയും ഉപയോഗിച്ച് ആക്സിലേറ്ററിൽ ചവിട്ടിയിട്ടും കാർ കുലുങ്ങി ഞരങ്ങി നീങ്ങുക മാത്രമേ ചെയ്തുള്ളൂ. ചക്രങ്ങൾ കറങ്ങുന്നുണ്ടായിരുന്നെങ്കിലും വണ്ടി പിന്നോട്ട് നീങ്ങിയില്ല. ഇതേ സമയം ആ ജന്തു കാറിൻ്റെ മുൻപിലെത്തി. ആ വികൃത ജന്തുവിന് നേരെ ഒന്നിൽ കൂടുതൽ നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. വീണ്ടും കണ്ടാൽ താൻ ചോരം മരവിച്ച് മരിച്ചു പോകുമെന്ന് അവൾക്ക് തോന്നി. ജന്തു ഡോറിന് മുകളിലെ സൈഡ് ഗ്ലാസിൽ ശക്തിയായി ഇടിച്ചു. അത് ചുണ്ടുകൾ വക്രിച്ച് ഒരു വികൃത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണത് ചെയ്തത്. കാർ പിന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് അത് വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആ ജന്തു ശക്തിയായ ഒരിടി കൊടുത്ത് സൈഡ് ഗ്ലാസ് തകർത്തു കളഞ്ഞു. മല്ലിക അലറിക്കരഞ്ഞുപോയി. തകർന്ന ഭാഗത്തുകൂടി അത് കൈ അകത്തേക്കിട്ടു. പെട്ടെന്നൊരാശയം മിന്നൽ പിണറി പോലെ അവളുടെ മനസ്സിലങ്കുരിച്ചു. മല്ലിക പെട്ടെന്ന് ഡോറിൻ്റെ ഹാൻഡിൽ തിരിച്ചു. പിന്നെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഒറ്റ ചവിട്ട്. വാതിൽ തുറന്നതോടൊപ്പം മറുവശത്ത് നിന്ന മനുഷ്യജന്തുവും തെറിച്ചു വീണു. ഒരു നിമിഷം പോലും കളയാതെ അവൾ മറുവശത്തെ ഡോർ തുറന്ന് വെളിയിൽ ചാടി. കാറിലിരുന്നാൽ അത് തന്നെ പിച്ച് ചീന്തുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. ചരൽ നിറഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ അവൾ ഓടി. വേഗം, വളരെ വേഗം. മലമടക്കുകൾക്കിടയിലൂടെയുള്ള റോഡ്. വെളിച്ചം അസ്തമിക്കാൻ തുടങ്ങുകയായിരുന്നു. നിഴലുകൾ കിഴക്കൻ മലകളുടെ നേരെ ചലിച്ചു തുടങ്ങി. ചുവന്ന പ്രകാശം കടുത്ത് കറുപ്പായി മാറിക്കൊണ്ടിരുന്നു. ഇതേ സമയം വളവ് തിരിഞ്ഞ് ഒരു കാർ വന്നു. ഡോക്ടർ ജോസ് പ്രകാശായിരുന്നു അത്. ആ ഇടവഴിയിലൂടെ ഒരാൾ ഓടി വരുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. പിന്നോട്ട് പാറിപ്പറക്കുന്ന ചിഗരഭാരം കണ്ടപ്പോൾ അതൊരു സ്ത്രീയാണെന്നുറപ്പായി. അവൾ ഓടി തളർന്നുവെന്ന് തോന്നുന്നു. ഓട്ടം മന്ദഗതിയിലാവുകയും മറിഞ്ഞു വീഴുകയും ചെയ്തു. ഡോക്ടർ റോഡ് സൈഡിൽ കാർ നിർത്തി. ഡോർ തുറന്നടഞ്ഞു. തൻ്റെ സഹായം ആർക്കോ ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അദ്ദേഹം വേഗം അവിടേക്ക് ചെന്നു. ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി ഡോക്ടർ മിഴിച്ചു നിന്നു. മൈ ഗോഡ്! അദ്ദേഹം അവളെ വാരിയെടുത്തു. വെളുത്ത പാവാടയും നീല ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. തുളുത്ത യൗവനം തളർന്ന് അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടയിൽ കിടന്നു. അവൾ അബോധാവസ്ഥയിൽ ഞരങ്ങുന്നുണ്ടായിരുന്നു. കാറിൻ്റെ ബാക്ക് സീറ്റിൽ കൊണ്ടുവന്ന് മല്ലികയെ കിടത്തതിന് ശേഷം ഡോക്ടർ വാട്ടർ കാൻ എടുത്തു തുറന്നു. അതിൽ പകുതിയോളം വെള്ളം അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. മല്ലികയുടെ നെറ്റിയിലും മുഖത്തും വിയർപ്പ് പൊടിഞ്ഞിരുന്നു. നെറ്റിയിലേക്ക് വീണുകിടന്ന കുറുനിരകൾ വിയർപ്പിൽ കുതിർന്ന് ഒട്ടിപ്പിടിച്ചിരുന്നു. ഐസ് പോലെ തണുത്ത വെള്ളം മുഖത്ത് വീണപ്പോൾ അവൾ ഞരങ്ങി. കൺപുരികങ്ങൾ ചലിച്ചു. മല്ലികേ, മല്ലികേ! ഡോക്ടർ സാവധാനം വിളിച്ചു. മലമടക്കുകളിലൂടെ സീൽക്കാര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഒരു പിശറൻ കാറ്റ് കടന്നുപോയി. മൂടൽമഞ്ഞ് അവിടേക്ക് ഇഴഞ്ഞു വരുന്നുണ്ടായിരുന്നു, പുകയുടെ തിരമാലകൾ പോലെ. സമീപത്തെങ്ങും ഒരു മനുഷ്യജീവിയെയും കാണാനില്ല. അകലെ ഫാക്ടറിയിലെയും ക്വാർട്ടേഴ്സുകളിലെയും നിയോൺ ദീപങ്ങൾ കാണാം. മല്ലിക സാവധാനം കണ്ണുകൾ തുറന്നു. അവൾ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. മുഖത്തുണ്ടായ ഭാവമാറ്റം കൊണ്ട് അവൾ അലറിക്കരയാൻ തുടങ്ങുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. മല്ലികേ, ഇത് ഞാനാണ്, പ്രകാശങ്കിൾ. സൗമ്യതയോടെയുള്ള ആ വാക്കുകളെ അവൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുവെന്ന് തോന്നുന്നു. ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ നേരെ തുറിച്ചു നോക്കിയതിനു ശേഷം തല തിരിച്ചു. അങ്കിൾ, ഞാൻ എവിടെയാണ്? ആ ജന്തു എവിടെ? അതെന്നെ കൊല്ലാൻ വരുന്നു. വിളറി വെളുത്ത അധരങ്ങൾ മന്ദമായി ചലിപ്പിച്ച് വിറയാർന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു. നീ എൻ്റെ കാറിലാണ്. ഇവിടെ ഒന്നുമില്ല, നിനക്കൊന്നുമില്ല. നീ എന്തിനെയാണ് ഭയപ്പെടുന്നത്? അല്പം വെള്ളം വേണമെന്ന് അവൾ ആംഗ്യം കാണിച്ചു. സംസാരിക്കാൻ മല്ലിക ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഡോക്ടർ അവളെ എഴുന്നേൽക്കാൻ സഹായിച്ചു. പിന്നെ വാട്ടർ കാൻ അധരങ്ങളോടടുപ്പിച്ചു കൊടുത്തു. 1-2 കവിൾ വെള്ളം കുടിച്ചതിന് ശേഷം അവൾ ഇഴഞ്ഞുവരുന്ന മൂടൽമഞ്ഞിലേക്ക് നോക്കി. സൂര്യൻ്റെ അവസാനത്തെ ബിന്ദുവും മറഞ്ഞു കഴിഞ്ഞിരുന്നു. ശൂന്യതയിൽ നിന്നും ഇരുട്ട് ഉയർത്തെഴുന്നേറ്റു. എന്നിട്ടും രാത്രിയും പകലും ആലിംഗനം ചെയ്തു. ആ മൂർത്ത നിമിഷത്തിൽ ചെമ്മാനങ്ങളും ഇരുട്ടും രതിമൂർച്ചയുടെ ആലസ്യത്തിൽ എന്നവണ്ണം മിനിറ്റുകളോളം നിശ്ചലം കിടന്നു. അവസാനം ചുവപ്പിൻ്റെ ബീജങ്ങളും ചോർന്നുപോയി. മല്ലിക എങ്ങനെയാണിവിടെ വന്നത്? അവളുടെ നനുത്ത മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് ഡോക്ടർ ചോദിച്ചു. അവളുടെ ശരീരം അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ സുരക്ഷിതത്വത്തോടെ അദ്ദേഹത്തോടൊട്ടിയിരുന്ന് തളർന്ന ശിരസ് ആ മാറിൽ ചായച്ചു. അവളുടെ ശരീരമാസകലം വേദനിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചൂടുള്ള നിശ്വാസം അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ പതിച്ചു. ആ മധു എന്നെ വഞ്ചിക്കുകയായിരുന്നു ഡോക്ടർ. വാട്ട്? ഡോക്ടർ അവളുടെ മുഖത്തേക്ക് നോക്കി. അതെ അങ്കിൾ, അയാളെ വിശ്വസിച്ച ഞാനാണ് മടയി. ആ മുനിയറയിലേക്ക് അയാൾ എന്നെ പറഞ്ഞയക്കുകയായിരുന്നു, മല്ലിക തളർന്ന സ്വരത്തിൽ പറഞ്ഞു. ഡർട്ടി ഡെവിൾ! ഡോക്ടർ പല്ലു ഞെരിച്ചു. നാരായണൻ അസ്വസ്ഥതയോടെ വിസിറ്റിംഗ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അയാൾ ക്ലേ പൈപ്പ് കടിച്ചു പിടിച്ചിരുന്നു. ഇടയ്ക്കിടെ നാസാരന്ധ്രങ്ങളിലൂടെ പുക ഒഴുകി.
നെറ്റിയിൽ ചുളിവുകൾ തെളിഞ്ഞു മറഞ്ഞു. അയാളുടെ ബൂട്ട്സിനടിയിലെ ഉരുക്കുകട്ടകൾ മൊസൈക് തറയിൽ ഞെരിഞ്ഞമർന്നു. മിനിറ്റുകളായി ആ ശബ്ദം ഇടവിടാതെ ആ മുറിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇല്ല, ഞാനത് വിശ്വസിക്കുകയില്ല. പെട്ടെന്ന് നിന്ന് അധരങ്ങൾക്കിടയിൽ നിന്നും പൈപ്പെടുത്ത് പുക ഊതി പറപ്പിച്ചതിനു ശേഷം നാരായണൻ പറഞ്ഞു. സെറ്റിയിലിരുന്ന ഡോക്ടർ ജോസ് പ്രകാശും മല്ലികയും ഒരേ നിമിഷം ആ മുഖത്തേക്ക് നോക്കി. മല്ലിക പുതിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. മുഖത്തെ വിളർച്ച മാറിയിട്ടുണ്ട്. കാലിൽ എന്തോ കുഴമ്പ് പുരട്ടിയിരിക്കുന്നു. അവിടെയെല്ലാം നീരുണ്ടായിരുന്നു. മിസ്റ്റർ മധുവിനെ എനിക്കറിയാം. എന്ത് നഷ്ടം സഹിച്ചും വാക്കു പാലിക്കുന്നവനാണ് ആ പയ്യൻ. ഇതിലെന്തോ ചതിയുണ്ട്. വാട്ട് ഡു യു മീൻ? ഡോക്ടർ പെട്ടെന്ന് ചോദിച്ചു. അതെ സുഹൃത്തെ, എനിക്ക് ശത്രുക്കളുണ്ട്. കുറേ നാളുകളായി ആ കരങ്ങൾ എന്നെ വേട്ടയാടുകയാണ്. എൻ്റെ മോളെ കൊല്ലാൻ ശ്രമിച്ചതും ആ ദുഷ്ടനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരാണ് അയാൾ? അതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നാരായണൻ വികാരാധീനനായി. അവനെ കണ്ടുകിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇഞ്ചിഞ്ചായി വെട്ടി നുറുക്കിയേനെ. ലൈറ്റ് മെഷീൻ കണ്ണുകൊണ്ട് അരിപ്പ പോലെ തുളച്ചേനെ. അയാൾ വീണ്ടും പൈപ്പ് അധരങ്ങൾക്കിടയിലാക്കി കാലുകൾ അമർത്തി ചവിട്ടി നടന്നു. ജാനു ഒരു പാത്രത്തിൽ ആവി പറക്കുന്ന ചൂടുവെള്ളവുമായി അവിടേക്ക് വന്നു. പപ്പു ഒരു വെളുത്ത തുണിയുമായും. തിളച്ച വെള്ളത്തിൽ തുണി മുക്കി പിഴിഞ്ഞ ശേഷം മല്ലികയുടെ കണങ്കാലിൽ വെച്ചു. ആ, അവൾ വേദനയോടെ പിടഞ്ഞു. ജാനു, പതുക്കെ, നീ എന്നെ കൊന്നുകളയുമല്ലോ. ഞാൻ പതുക്കെയേ കുഞ്ഞെ വെച്ചത്. ജാനു വീണ്ടും അവിടെ ഒപ്പി. സാരമില്ല, കുഴപ്പമൊന്നുമില്ല. നന്നായി ഒന്ന് ചൂട് പിടിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. രാവിലത്തേക്ക് എല്ലാം ശരിയാകും. ഡോക്ടർ മല്ലികയുടെ തോളിൽ തട്ടി. മല്ലിക വേദന കടിച്ചമർത്തിക്കൊണ്ട് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഭഗവാൻ കാത്തു. കുഞ്ഞിന് അപകടമൊന്നും ഉണ്ടായില്ലല്ലോ. ജാനു തുണി വീണ്ടും ജലത്തിൽ മുക്കിപ്പിഴിഞ്ഞു. അത്തരമൊരു സാധനത്തെയാണ് ഞാനുമൊന്ന് കണ്ടത്. പൊന്നപ്പനെ, ഇപ്പോഴും അത് ഓർക്കുമ്പോൾ വിറഞ്ഞു കയറുന്നു. കുഞ്ഞിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വിറച്ചു ചത്തുപോയേനെ. നാരായണൻ തിരിഞ്ഞ് പപ്പുവിനെ ഒന്ന് നോക്കി. പപ്പു ഒന്നും മിണ്ടിയില്ല. ഡോക്ടർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? ഇല്ല, അതിന് ഞാൻ അനുവദിക്കുകയില്ല. ആ കാർ അവിടെ തന്നെ കിടക്കുകയാണ്. ആരെങ്കിലും അത് തകർത്ത് കളഞ്ഞാൽ? ഇല്ല, എന്നെ തോൽപ്പിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. അവനൊന്നും നാരായണനെ അറിയുകയില്ല. ബ്ലഡി. തുടർന്ന് പറയാതെ അയാൾ നിർത്തി. പിന്നെ പൈപ്പ് അധരങ്ങൾക്കിടയിൽ തിരുകി. നിങ്ങൾക്കാരാണ് ഒരു ശത്രു? ആരെയെങ്കിലും സംശയമുണ്ടോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഡോക്ടർ ഒരു സിഗരറ്റിന് ലൈറ്റർ തെളിച്ചു തീ കൊളുത്തി. എനിക്ക് ആരെയും സംശയമില്ല. ഞാൻ എല്ലാവരെയും സ്നേഹിച്ചു, വിശ്വസിച്ചു. അതിലെനിക്ക് തെറ്റുപറ്റി. എൻ്റെ ശത്രുക്കളെയും വഞ്ചകരെയും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഒന്ന് സത്യമാണ്, അവനെ ഞാൻ കണ്ടുപിടിക്കും. എന്നിൽ നിന്ന് അവനൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഡോക്ടർ ജോസ് പ്രകാശ് ചുണ്ടുകൾ വക്രിച്ച് പുക പറത്തിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. നാരായണൻ ടെലിഫോണിനടുത്തേക്ക് നടന്നു. റിസീവർ ചെവിയോടടുപ്പിച്ചുകൊണ്ട് ഡയൽ കറക്കി. മറുവശത്ത് മണിയടിക്കുന്ന ശബ്ദം അയാൾ കേട്ടു. അധികം താമസിച്ചില്ല. ആരോ റിസീവർ എടുത്തു. ഡ്രീംലാൻഡിൽ നിന്നും നാരായണനാണ് സംസാരിക്കുന്നത്. ക്യൂൻ മേരി എസ്റ്റേറ്റ് ബംഗ്ലാവല്ലേ? അതെ അതെ. മറുവശത്തു നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു. രാധ കെ നായരാണ് സംസാരിക്കുന്നത്. എന്താണ് വിശേഷം? ഇങ്ങനെയൊരു പതിവില്ലായിരുന്നല്ലോ. പ്രത്യേക കാര്യമൊന്നുമില്ല. പിന്നെ മോനവിടെയുണ്ടോ? മധു? ഇല്ലല്ലോ, കൊച്ചിയിൽ പോയതാണ്. വന്നിട്ടില്ലല്ലോ. എന്താണ് സാർ വിശേഷം? ഒന്നുമില്ല. ഇന്ന് ഇവിടെ വരെ വരാമെന്ന് പറഞ്ഞിരുന്നു. കണ്ടില്ല. വല്ല അസുഖമോ മറ്റോ? ഇല്ല, ഒന്നുമില്ല. അവൻ ചിലപ്പോൾ 10 മണിക്കുള്ളിൽ വരും. ഞാൻ ചോദിക്കാം. താങ്ക്സ്. അതിരിക്കട്ടെ, മധു എപ്പോഴാണ് കൊച്ചിയിലേക്ക് പോയത്? രാവിലെ 8 മണിയായി കാണും. പപ്പായും മോനും കൂടിയാണ് പോയിരിക്കുന്നത്. താങ്ക്സ്. ഗുഡ് നൈറ്റ്. റിസീവർ താഴെ വച്ച ശേഷം നാരായണൻ നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇതിനെന്തോ കുഴപ്പമുണ്ടെന്ന്. എനിക്കറിയാം മധുവിനെ. അവനില്ലാത്ത തക്കം നോക്കി ആരോ എൻ്റെ മോളെ മരണത്തിൻ്റെ വായിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഡർട്ടി ഡെവിൾ. കഴിവതും നേരത്തെ പോലീസിൻ്റെ സഹായം തേടണം. ആ കൊലപാതകിയെപ്പറ്റി ഇൻസ്പെക്ടർ വിൻസെൻ്റ് എത്രയധികം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നതിനെപ്പറ്റി ഒന്നും അറിയില്ല, ഡോക്ടർ പറഞ്ഞു. അവനെ കണ്ടുപിടിക്കാനായി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ തന്നെ നിയമിച്ചാൽ എന്താണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഡോക്ടർ ജോസ് പ്രകാശിൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. നിമിഷങ്ങളോളം അദ്ദേഹം എന്തോ ആലോചിച്ചിരുന്നു. പിന്നെ പറഞ്ഞു, അതെ, അതൊരു നല്ല ഐഡിയയാണ്. വിദഗ്ധനായ ഒരു കുറ്റാന്വേഷകനെ നിയമിക്കുക. എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ പോലീസിലെ സീനിയർ ഓഫീസർമാരാണ്. നിങ്ങൾക്ക് വേണ്ടി ഇതേപ്പറ്റി ഞാൻ അവരുമായി ആലോചിക്കാം. അതെ മിസ്റ്റർ ജോസ് പ്രകാശ്, കൂർമ്മബുദ്ധിയായ ഒരു കഴുകനെയാണ് നമുക്ക് വേണ്ടത്. ഷെർലക് ഹോംസ് കഥകൾ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുപോലെ കൂർമ്മബുദ്ധിയായ ഒരു മനുഷ്യയന്ത്രത്തെയാണ് നമുക്ക് വേണ്ടത്. എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കാം. ഞാൻ സമ്പാദിക്കുന്ന കോടിക്കണക്കായ സ്വത്തുക്കൾ എൻ്റെയും മോളുടെയും സുരക്ഷിതത്വത്തിന് ഉതകിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? നിങ്ങൾ ഉടനെ തന്നെ ഒരു കുറ്റാന്വേഷണനെ കണ്ടുപിടിക്കണം. പോലീസിൻ്റെ അന്വേഷണം ഒരു വഴിക്ക് നടക്കട്ടെ. അവരെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നായിട്ടുണ്ട്. പണക്കാരനെ മണിയടിക്കാനും തിന്നു സുഖിക്കാനും ജീവിതത്തിൻ്റെ വലിയ പങ്കു ചിലവാക്കുകയാണ്.
എങ്ങനെയെങ്കിലും റിമാർക്കുകളില്ലാതെ ശമ്പളം വാങ്ങാൻ മാത്രം ശ്രമിക്കുന്നവർ. എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? നിങ്ങൾ വിചാരിച്ചാൽ ഈ കാര്യം നടക്കുകയില്ലേ? അല്ലെങ്കിൽ ഞാൻ തന്നെ ശ്രമിക്കാം. വേണ്ട വേണ്ട, ആ ജോലി എനിക്ക് വിട്ടു തന്നേക്കൂ. നിങ്ങൾ എന്നെപ്പറ്റി അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഒരു 100 കുറ്റാന്വേഷണന്മാരെ തന്നെ വേണ്ടി വന്നാൽ ഞാൻ വരുത്തും. എൻ്റെ വളർച്ചയുടെ കാതൽ നിങ്ങളാണ്. മിസ്റ്റർ ഗണേഷും നിങ്ങളും എനിക്ക് ചെയ്തിരിക്കുന്ന സഹായങ്ങൾക്ക് ഞാൻ എന്നും നിങ്ങളോട് കടപ്പെട്ടവനായിരിക്കും. ഞാനൊരു നന്ദിയില്ലാത്തവനാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അതെയോ മിസ്റ്റർ നാരായണൻ? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ലടോ. താനൊന്ന് സമാധാനിക്കേ. ഇങ്ങനെ പെട്ടെന്ന് ചൂടായാലോ? നാരായണൻ അടുത്ത് വന്ന് ഡോക്ടറുടെ പുറത്ത് തട്ടി. നിങ്ങളിവിടെ ഇരിക്കേ, ഞാൻ ഡ്രസ്സ് മാറ്റി ഒന്ന് കുളിച്ചിട്ട് വരാം. എന്നിട്ട് അത്താഴം കഴിക്കാം. അതിനുശേഷം പോയാൽ മതി. ജാനു, എല്ലാം റെഡിയാക്ക്. ഡോക്ടർക്ക് ഒരു ഓംലെറ്റ് സ്പെഷ്യൽ. നാരായണൻ മുറിയിലേക്ക് പോയി. ഇപ്പോൾ വേദന കുറവില്ലേ? അത്താഴം കഴിഞ്ഞ് വിസിറ്റിംഗ് റൂമിലേക്ക് വരുമ്പോൾ ഡോക്ടർ ചോദിച്ചു. വളരെ കുറവുണ്ട്. നേരത്തെ കാൽ ഒടിഞ്ഞതുപോലെയുള്ള വേദനയായിരുന്നു, മല്ലിക പറഞ്ഞു. എങ്കിൽ തന്നെയും അവൾ വളരെ ബുദ്ധിമുട്ടിയാണ് നടന്നത്. കൂടുതൽ നടക്കണ്ട, പോയി കിടന്നോ. അങ്കിൾ നിർദ്ദേശിച്ചപ്പോൾ അവൾ ബെഡ്റൂമിലേക്ക് പോയി. ആ തേയിലത്തോട്ടത്തിൽ വെയിൽ പരന്നു കിടന്നു. ഇൻസ്പെക്ടർ വിൻസെൻറ്റും നാരായണനും ഡോക്ടർ ജോസ് പ്രകാശും മുനിയറയുടെ സമീപത്ത് നിന്നു ഡോറുകൾ തുറന്ന് ഒരു സൈഡ് ഗ്ലാസ് തകർന്നും മറിഞ്ഞു വീണ് കിടക്കുന്ന കാറിന് സമീപത്തേക്ക് വന്നു. നാരായണൻ മല്ലികയുടെ കീറിയ സാരി ചുരുട്ടിപ്പിടിച്ചിരുന്നു. ആരും ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നു. മുന്നോട്ട് നടന്ന ഇൻസ്പെക്ടർ പെട്ടെന്ന് കുനിഞ്ഞ് ഒരു വസ്തു എടുത്തു. ഒരു സിഗരറ്റ് കുറ്റി. വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചപ്പോൾ അതൊരു ചാർമിനാറിൻ്റേതാണെന്ന് ഉറപ്പായി. അത്തരമൊരെണ്ണമായിരുന്നു അദ്ദേഹത്തിന് നേരത്തെയും കിട്ടിയിരുന്നത്. മല്ലികയുടെ നേരെ നിറയൊഴിച്ച ആളും ഈ ഭീകര ജന്തുവും തമ്മിൽ ബന്ധമുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. ഇൻസ്പെക്ടർ ആ സിഗരറ്റ് കുറ്റി ശ്രദ്ധിച്ചെങ്കിലും മറ്റാരും അത് കാര്യമാക്കിയില്ല. ഇൻസ്പെക്ടർ സാർ, ഇതേപ്പറ്റി താങ്കൾക്ക് എന്ത് തോന്നുന്നു? ആ ജന്തു എന്താണ്? ഈ കാടുകളിൽ അത്തരമൊരു ജീവിച്ചിരിപ്പുണ്ടോ? ഡോക്ടർ ജോസ് പ്രകാശ് ഒരു സിഗരറ്റിന് തീ കൊളുത്തി. നാരായണൻ തൻ്റെ കാറിന് എന്തൊക്കെ അപകടം സംഭവിച്ചെന്ന് സസൂക്ഷ്മം പരിശോധിക്കുകയായിരുന്നു അപ്പോൾ. ആ ജന്തുവിനെ പറ്റി എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. അത്തരമൊരു ജന്തു എൻ്റെ സങ്കല്പത്തിനും അതീതനാണ്. വല്ല ഭീകര നോവലുകളിലും കാണുമായിരിക്കും അത്തരത്തിലൊരു മനുഷ്യൻ. അല്ലാതെ ലോകത്തിലെ ഒരു പുരാവസ്തു ഗവേഷകൻ പോലും മനുഷ്യൻ്റെ പരിണാമ പരമ്പരയിലും അത്തരത്തിലൊരു ജീവി ഉള്ളതായി അവകാശപ്പെടുന്നില്ല. പിന്നെ ഈ ജന്തു, അതേപ്പറ്റി ഞാൻ അന്വേഷിച്ചു കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണമാണ് എനിക്ക് ആവശ്യം. ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. ആ ജന്തു മല്ലികയെ തന്നെ വേട്ടയാടാൻ എന്താണ് കാരണം? ഈ എസ്റ്റേറ്റിൽ ഞാൻ വന്നതിന് ശേഷം ഇത്തരത്തിലൊരു അപകട കാരണം ഉണ്ടായിട്ടില്ല. അതിനു മുൻപുണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. മല്ലികയെ അവിടേക്ക് ആരോ വിളിച്ചു വരുത്തുകയായിരുന്നു. അയാൾക്ക് ആ ജന്തുവുമായി ബന്ധമുണ്ട്. ആ നിഗൂഢകനായ കൊലയാളിയെപ്പറ്റി എനിക്ക് ചില സങ്കല്പങ്ങളുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ അവൻ എൻ്റെ കയ്യിൽ വരും, ഇൻസ്പെക്ടർ തറപ്പിച്ചു പറഞ്ഞു. സത്യമാണോ താങ്കൾ ഈ പറയുന്നത്? കാറിന് സമീപത്ത് നിന്ന നാരായണൻ ചോദിച്ചു. എങ്കിൽ താങ്കൾക്ക് ഞാനൊരു അവാർഡ് തരുന്നുണ്ട്. താങ്കൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്. താങ്ക് യു മിസ്റ്റർ നാരായണൻ. പക്ഷേ നിങ്ങളുടെ ധനമൊന്നും ഞാൻ മോഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യും, എൻ്റെ പരമാവധി കഴിവുകൾ ഉപയോഗിച്ച്. നിങ്ങൾക്കറിയാമോ, അവസാന വിജയം സത്യത്തിനായിരിക്കും. ഇൻസ്പെക്ടർ ജീപ്പിൽ കയറി തിരിച്ചുപോയി. കുറേ കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും അവിടെ വന്നു. ആ ചരൽക്കൂട്ടങ്ങളും മനുഷ്യപാദം സ്പർശിച്ച മൺതരികളും സൂക്ഷ്മദൃഷ്ടികൾക്ക് വിധേയമായി. 1-2 ചാർമിനാർ കുറ്റികൾ കൂടി അദ്ദേഹം കണ്ടെടുത്തു. ചാർമിനാർ വലിക്കുന്ന ഒരു മനുഷ്യൻ. ആ കുറ്റവാളിയുടെ രൂപം സങ്കല്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. വൈകുന്നേരം ഇൻസ്പെക്ടർ വിൻസെൻ്റ് കാപ്പിക്കുടി കഴിഞ്ഞ് സെറ്റിയിലിരുന്ന് ദിനമണി കതിർ എന്ന തമിഴ് പത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടെലിഫോൺ ശബ്ദിച്ചത്. യെസ്, ഇൻസ്പെക്ടർ വിൻസെൻ്റ് ഹിയർ. ഞാൻ ആരാണെന്ന് നിങ്ങൾ തൽക്കാലം അറിയണ്ട. നിങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കേസിൽ നിന്നും പിന്മാറണം. അല്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് മുകളിലെ വാൾ നെറുകയിലൂടെ തുളച്ചിറങ്ങും. കനത്ത പുരുഷ ശബ്ദം അദ്ദേഹത്തിൻ്റെ കാതുകളിൽ വന്നലച്ചു. നിങ്ങളാരാണ്? പറഞ്ഞതനുസരിക്കുക. നിങ്ങളുടെ കാലൻ. പെട്ടെന്ന് ലൈൻ ഡിസ്കണക്ട് ചെയ്യപ്പെട്ടു. ഷോക്കേറ്റതുപോലെ ഇൻസ്പെക്ടർ തരിച്ചു നിന്നുപോയി.